ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് തമ്പനയിൽ കണ്ടല്ലോ, നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടിട്ടായിരിക്കും വന്നേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ടിപ്പ്, നമ്മുടെ വീട്ടിലെ കൊതുക്, ഈച്ച അങ്ങനത്തെ സാധനങ്ങളെയൊക്കെ ഓടിക്കാനായിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ, പുറത്തുനിന്ന് നമുക്ക് ഒരു സാധനവും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ കൈയിടിച്ച് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ കൊതുകിനെയും ഈച്ചയും കണ്ണീച്ചയൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ തുരത്താം. കണ്ടം വഴി ഓടിക്കുക എന്ന് പറയും പോലെ അങ്ങനെ തുരത്താനുള്ളൊരു കിഡിലെ ഐഡിയ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ വിളക്കുണ്ടല്ലോ, കാർത്തികയ്ക്ക് കത്തിക്കുന്ന വിളക്കൊക്കെ, ആ വിളക്ക് ഒരെണ്ണം എടുക്കുക. ചിരാതെന്ന് പറയുന്നതിന് ആ ഒരു ചിരാത് ഒരെണ്ണം എടുക്കുക. അതിലോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കടുകെണ്ണ ഉണ്ടല്ലോ, കടുകെണ്ണ കുറച്ച് ഒഴിക്കുക. കടുകെണ്ണ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പുറത്തൊന്നും വാങ്ങിക്കേണ്ട. നമ്മുടെ എല്ലാ വീട്ടിലും, ഏതൊരു വീടാണെങ്കിലും കടുകില്ലാത്ത വീട് കാണത്തില്ല. അപ്പോൾ ഇച്ചിരി കടുകെടുക്കുക, അതിനെ ഒന്ന് വെച്ച് ഇടിച്ച് ചതച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു അല്ലി, ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ഈ കടുകും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതിന് ശേഷം ഈ ചിരാതിനകത്തോട്ട് ഇതിൽ കുറച്ച് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു നല്ല അടപ്പ് ഉള്ള പാത്രത്തിൽ അടച്ചു വയ്ക്കുക, ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ചു വയ്ക്കാം, ബാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ ചിരാതിലോട്ട് ഇട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. കടുകെണ്ണയാണെങ്കിൽ നമുക്ക് ഈ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറയുക, വെളുത്തുള്ളി മാത്രം ചതച്ചെടുത്താൽ മതി. കടുക് ഇത് രണ്ടും കൂടെ ഈ ചിരാതിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു തിരിയിട്ട് കത്തിച്ച് വെച്ചാൽ മാത്രം മതി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഗ്രാമ്പൂ ഉണ്ടല്ലോ, പട്ട ഗ്രാമ്പൂ എന്നൊക്കെ പറയുന്ന ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് അതിലോട്ട് ഈ എണ്ണയിലോട്ട് ഇട്ടിട്ട് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്മെല്ല്, ഈ വെളുത്തുള്ളിയും കൂടെ കടുകിൻ്റെയൊക്കെ സ്മെല്ല് ഈ എന്താ പറയുക, ഈച്ചയ്ക്കും കൊതുകിനും ഒന്നും ഇഷ്ടമുള്ള സ്മെല്ലല്ല അത്. അപ്പം ഇതുങ്ങളൊന്നും ഇതിൻ്റെ പരിസരത്തോട്ടേ വരത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഇതിനെയൊക്കെ പമ്പ കടത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ ഈ കടുകും വെളുത്തുള്ളിയും വെളിച്ചെണ്ണ ഇതൊക്കെ തന്നെ. ചില വീടുകളിൽ കടുകെണ്ണയൊക്കെ കാണും, പക്ഷെ കടുകെണ്ണ ഇല്ലാത്തവർ വിഷമിക്കേണ്ട. കടുകെണ്ണ ഇല്ലെങ്കിൽ കുറച്ച് കടുകെടുത്ത് പൊട്ടിച്ച് ചതച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ മിക്സാക്കി എടുത്താലും മതി. ആ ഒരു മണം, ആ ഒരു തിരി കത്തുമ്പോൾ, ഈ എണ്ണയിൽ നിന്ന് ഈ ഒരു തിരി കത്തുമ്പോൾ ഉള്ള മണം ഉണ്ടല്ലോ, ഭയങ്കര അരോചകമായിരിക്കും ഈ ഈച്ചയ്ക്കും കൊതുകിനുമൊക്കെ. നമ്മുടെ വീട്ടിൽ ഈ ഒരു സന്ധ്യാസമയത്തൊക്കെ ചിലപ്പോൾ രാവിലെയും കാണും, രാവിലെയും സന്ധ്യയ്ക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിൽ കൊതുകുകൾ കയറി മേയുന്ന സമയങ്ങൾ. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇതൊന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ, ഇത്രയും സാധനങ്ങൾ. പുറത്തുനിന്ന് നമുക്കൊരു സാധനം ഇതിനായിട്ട് എക്സ്ട്രാ വാങ്ങിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്തിടുമ്പം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ ഇതായിട്ട് പറയുന്നത് എന്താണെന്ന് പറയുക, നീലൂട്ടനെ വിളിക്കാൻ പോയി. ഇപ്പം 3 മണിയായി ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടോ. 3:05. അപ്പോൾ ഇനി 3:15 ഇവിടെ നിന്ന് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോഴേ ഇങ്ങനെ തെറ്റിപ്പോവേ, നോട്ടിഫിക്കേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ എല്ലാവരും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.